ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നീലയും വെള്ളയും കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ളൊരു നൈറ്റ് ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നെക്കും സ്ലീവെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. നമുക്ക് ക്യാൻവാസ് എടുത്തിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാൻവാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ട് വെക്കണം. ഏകദേശം ഇതിൻ്റെ നീളവും വീതിയും ഞാൻ അളന്ന് തരാം. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 15 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാധാരണ നെക്ക് വിഡ്ത്ത് ഉണ്ടല്ലോ, ആ നെക്ക് വിഡ്ത്ത് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 3.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ അവരവരുടെ ആ ഒരു പാകത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്ക്വയർ വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഡിസൈനാണോ ഏത് തരം നെക്കാണോ വേണ്ടത് അതൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വേറെ രീതിയിലാണ് വരുന്നത്. അതാണ് തൽക്കാലം റൗണ്ടാണ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണ്. അപ്പോൾ ഈ റൗണ്ട് വരച്ചതിൽ നിന്നും നമുക്ക് ഇങ്ങനെ 2.5 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം റൗണ്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ വെച്ച് 2.5 ഇഞ്ച് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ക്യാൻവാസിൽ നമ്മൾ തയ്യൽ തുമ്പും മടക്കി തയ്ക്കേണ്ടത് പൈപ്പിങ്ങിലേക്കൂടെ പോകുന്നതും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 2.5 ഇഞ്ച് വരുന്നത്. രണ്ട് സൈഡിലും പൈപ്പിങ്ങൊക്കെ വെക്കുമ്പം ഒരു 1/4 ഇഞ്ചോളം ഇപ്പോൾ രണ്ട് സൈഡും വീതം പോവും. അപ്പോൾ അതിനൊക്കെയായിട്ട് നമ്മൾ 2.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ റൗണ്ടിൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് അതും ഒരു റൗണ്ടായിട്ട് അങ്ങനെ ഒന്ന് വരച്ചെടുക്കണം. പെട്ടെന്ന് വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലൂടെ അങ്ങ് വരച്ചെടുത്താൽ മതി. ഇനി അതിൻ്റെ ശേഷം ഇതിൻ്റെ താഴോട്ടേക്ക് എത്രയാണ് നമുക്ക് അളവെടുക്കണം നോക്കാം. ഒരു 4 ഇഞ്ചോളാണ് ഞാൻ ഇതിൻ്റെ നീളം എടുക്കുന്നത്. അപ്പോൾ 4 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പകുതിക്ക് 2 ഇഞ്ചിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഓരോ വര ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ സ്ഥലത്തുനിന്നും ഒരു 3.25 ഇഞ്ചോളം വലത്തുവശത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3.25 3.5 വരെ ആവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 3.25 ഇഞ്ചിൽ ഒരു പോയിൻ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ താഴെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻറ്റിൽ നിന്നും അതുപോലെ നമ്മൾ ഈ റൗണ്ട് നെക്ക് കംപ്ലീറ്റ് ചെയ്ത ഈ പോയിൻറ്റിൽ നിന്നും രണ്ട് പോയിൻറ്റിൽ നിന്നും ഇപ്പോൾ വരച്ച പോയിൻറ്റിലേക്ക് ഓരോ വര ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുന്ന ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നെക്കിൻ്റെ നമ്മൾ ഈ റൗണ്ടായി വരച്ചെടുത്തല്ലോ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ റൗണ്ടിൽ നിന്നും ഈ ഒരു പോയിൻറ്റിലേക്ക് ലാസ്റ്റ് ഈ വരച്ച ഈ പോയിൻറ്റിലേക്ക് എത്തുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. ഞാനൊരു വളച്ചെടുത്തിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഈ ആദ്യം നമ്മൾ കൃത്യം നെക്ക് ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാക്കിയ റൗണ്ട് ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു ഫുൾ റൗണ്ട് നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു പോയിൻറ്റിലെത്തുമ്പം ആ 3.25 നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിലേക്ക് ഒന്ന് വളച്ചെടുക്കണം. ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കണം. ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കുന്നത്. അതുപോലെ ഇത് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി ഇതും ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസുകളും വേറെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ വളച്ചെടുത്ത ഈ ഒരു പീസും കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ താഴെ ബാക്കിയായിട്ട് വരുന്ന ഈ ഒരു പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൈപ്പൊക്കെ വെച്ചാൽ പിന്നെ യോജിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ വരച്ചെടുത്ത ആ ഒരു ഷേപ്പിൽ തന്നെ നെക്കും കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു താഴെയുള്ള പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പീസ് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ 2 കഷ്ണമായിട്ട് കിട്ടും. രണ്ടും വേറെയാണ് നമ്മൾ പൈപ്പിങ്ങൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ട് അവസാനം ഒരുമിച്ച് ഫിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 പീസും കിട്ടും. പിന്നെ താഴെ വെക്കാൻ വേണ്ടി ഇതുപോലൊരു പീസും കിട്ടും. 3 പീസുകളാണ് നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മുടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആ തുണിയിൽ ഇതൊന്ന് അയൺ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഈ ഡോട്ട്സിൻ്റെ മറുവശത്തേക്ക് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളൂ. മറുവശത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് അയൺ ചെയ്തെടുത്ത് അത് കൃത്യം ആ അളവിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കണം.
അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 പീസും നമ്മളിങ്ങനെ 3 പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൈറ്റി തുണീൻ്റെ അതേ ക്രോസ് പീസ് എടുത്തിട്ട് നമുക്കിതിന് ചുറ്റും നമുക്ക് ചെറിയ 1/4 ഇഞ്ച് വണ്ണത്തിൽ ചെറിയ പൈപ്പിങ് കൊടുക്കണം. അപ്പം ഇതൊരു പീസിൽ കാണിച്ചു തരാം. ഇങ്ങനെ കൊടുത്ത് മുഴുവനായിട്ടും ഈ അറ്റത്ത് വന്നിട്ട് മുകളിൽ വരെ ഇങ്ങനെ പൈപ്പിങ് കൊടുക്കണം. 1/4 ഇഞ്ച് വണ്ണത്തിൽ മുകളിൽ വരെ വേണം. അതേപോലെ തന്നെ മറ്റേ പീസിനും അതുപോലെ ആ ചെറിയൊരു സ്ക്വയർ പോലത്തെ വരുന്ന പീസിന് ചുറ്റും നമ്മൾ പൈപ്പിങ് കൊടുക്കണം. അപ്പോൾ ഇത് മൊത്തം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൈറ്റിയുടെ ഫ്രണ്ട് പീസിൽ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു പീസ് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് കടത്തി വെക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം. അതേപോലെ ഈ ഒരു പീസും കുറച്ച് ഒരു 1/4 ഇഞ്ച് നെക്കിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ താഴെ ടച്ചായി വരും. അതിനുശേഷം നമ്മൾ ഇതിൽ പതിപ്പിച്ച് തയ്ച്ചു കൊടുത്തതിന് ശേഷം ഈ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 പീസുകളും ഇവിടെ പതിച്ച് തയ്ച്ചു കൊടുക്കുക. ആ പൈപ്പിംഗ് കൊടുത്ത ആ നീലയിലൂടെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. അതിൻ്റെ താഴെ ഈ ഒരു സ്ക്വയർ പോലത്തുള്ള പീസും ഇതേപോലെ തന്നെ പതിച്ച് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇങ്ങനെ ഇതായി വരുന്നത് അത് ഗ്യാപ്പല്ല, കാരണം പൈപ്പിംഗ് കൊടുത്ത തുണിയും മാക്സിൻ്റെ തുണിയും ഒരേപോലെ ആയതുകൊണ്ട് അതവിടെ വലിയൊരു ഗ്യാപ്പായി തോന്നുന്നതാണ്. ശരിക്കും അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഉള്ളിലുള്ള പീസ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് വിട്ടതിന് ശേഷം വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ 1/2 ഇഞ്ചുള്ള പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ പൈപ്പിങ്ങിലൂടെ തന്നെ ഒന്നും കൂടി പതിച്ച് തയ്ച്ചു കൊടുത്താൽ അതവിടെ നിന്നോളും. അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇങ്ങനെ വളഞ്ഞ് വരുന്ന ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം. ഇവിടെ ഇങ്ങനെ 2-3 കട്ട്സ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരുമാതിരി നിൽക്കും. അപ്പോൾ നല്ല കൃത്യമായി പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമ്മളിങ്ങനെ വളവ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നൈറ്റി ഡിസൈൻ കംപ്ലീറ്റ് ആവും. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി നമുക്ക് ബട്ടൺസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചെടുത്ത ശേഷം തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കൊക്കെ പതിച്ച് തയ്ച്ചു കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സാധാരണ ബട്ടൺസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നെക്കിന് ഉപയോഗിച്ച അതേ തുണിയിൽ തന്നെ ഒന്നിങ്ങനെ ചുറ്റി എടുത്തിട്ട് നൂലുകൊണ്ടൊന്ന് കെട്ടിക്കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള അതേ കളറിൽ നമുക്ക് ബട്ടൺസ് കിട്ടും. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് തുന്നി പിടിപ്പിക്കുക. അപ്പോൾ ഞാനിത് വെള്ള കൃത്യമായി കിട്ടുന്ന രീതിയിൽ ആണ് ഇതിൽ ബട്ടൺസിന് ചുറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളയാകുമ്പോൾ കുറച്ച് നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ 2 ബട്ടൺസ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റി ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.